വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ജൂലൈ 30-ന് നടക്കും. 11-ാം തീയതി 3 മണിക്കാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി. പഞ്ചായത്ത് അംഗമായിരുന്ന UP പുരുഷോത്തമന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ES സുകുമാരൻ ആദ്യ പത്രിക സമർപ്പിച്ചു. വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങി. ജൂലൈ 30-നാണ് തെരഞ്ഞെടുപ്പ് നടത്തുക. 14-ാം വാർഡ് അംഗമായിരുന്ന UP പുരുഷോത്തമന്റെ മരണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. 2020-ൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 726 വോട്ടുകൾ നേടി 240 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF സ്ഥാനാർത്ഥിയായ UP പുരുഷോത്തമൻ വിജയിച്ചത്. 14-ാം വാർഡിൽ 2ാം സ്ഥാനത്തെത്തിയത് BJP സ്ഥാനാർത്ഥിയായിരുന്ന പന്താപ്പറമ്പിൽ സുരേഷ് ബാബു ആയിരുന്നു. UDF സ്ഥാനാർത്ഥിയായ മുഹമ്മദ് അലി കാര്യാട്ട് 254 വോട്ടുകളാണ് നേടിയത്. LDFും BJPയും നേരിട്ട് ഏറ്റുമുട്ടുന്ന വാർഡ് എന്ന നിലയിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധ നേടും. ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയതോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ES സുകുമാരൻ ആദ്യ പത്രിക സമർപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാജലക്ഷ്മിക്ക് മുമ്പാകെയാണ് ES സുകുമാരൻ 3 സെറ്റ് പത്രികകൾ സമർപ്പിച്ചത്. വർഷങ്ങളായി എടപ്പാളിൽ CITU ചുമട്ടുതൊഴിലാളിയായി പ്രവർത്തിക്കുന്ന ES സുകുമാരൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുന്നിലാണ്. എടപ്പാൾ ടൗണിൽ പ്രകടനം നടത്തിയ ശേഷമാണ് പ്രവർത്തകർക്കൊപ്പമെത്തി സുകുമാരൻ പത്രികാ സമർപ്പണം നടത്തിയത്. ജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന് ES സുകുമാരൻ പറഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടി മെമ്പർമാരെ വിളിച്ചൊരു അഭിപ്രായം തേടുകയും ആ അഭിപ്രായത്തിൽ ഭൂരിഭാഗം പാർട്ടി മെമ്പർമാരും എൻ്റെ പേരാണ് മത്സരരംഗത്തേക്ക് നിർദ്ദേശിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് 2 പേരുണ്ടായിരുന്നു. അത് നല്ല ഭൂരിപക്ഷത്തോട്ടാണ് ജനങ്ങൾ എന്നെ അഭിപ്രായം പറയുകയും പക്ഷേ അത് പാർട്ടി പിന്നീട് അത് പരിഗണിക്കാതെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തുകയും പക്ഷെ ആ നിർത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിലുണ്ടായിരുന്ന LDFിൻ്റെ ഭൂരിപക്ഷം പകുതിയായി കുറയുന്ന സാഹചര്യത്തിൽ വരികയും കഴിഞ്ഞ ഈ നിലവിലുള്ള മെമ്പറുടെ മരണ സമയം വരെ കാര്യമായ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്നുള്ള ജനങ്ങളുടെ ആ പരാതി വളരെയധികം പാർട്ടിക്ക് ദോഷം ചെയ്യുന്ന രീതിക്ക് പോവുകയും അതിൻ്റെ ഭാഗമായി ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ വലിയ വോട്ട് ചോർച്ചയാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പൊതുജനങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാൾ കൂടുതൽ നിൽക്കണം എന്നുള്ള ഒരഭിപ്രായം. അപ്പോൾ അവരുടെ ഒരു വിശ്വാസമാണ് നമ്മളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ വാർഡിലെ. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളാരും ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമുണ്ടാകും. 11-ാം തീയതി 3 മണിക്കാണ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി. 12-ന് സൂക്ഷ്മ പരിശോധന നടത്തും. 15-ാം തീയതിയാണ് പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി. 30-ന് തെരഞ്ഞെടുപ്പും 31-ന് വോട്ടെണ്ണലും നടത്തും. NCV ന്യൂസ് എടപ്പാൾ. 1000 വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.